അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ഇപ്പോൾ ഞങ്ങളുള്ളത് ഖന്തക്കിൽ സിലഅ പർവ്വതത്തിൻ്റെ അടിഭാഗത്താണുള്ളത്. ഖന്തക്ക് യുദ്ധം വിജയിച്ചതിൻ്റെ സന്തോഷം കൊണ്ട് ആദരവായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് സുജൂദിൽ കിടന്ന ഒരു ഗുഹയുണ്ട്. ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെരഞ്ഞുകൊണ്ട് പലയിടങ്ങളിലും ഞങ്ങൾ എന്ത് ചെയ്തു, പോയി നോക്കിയിട്ടുണ്ട്. പലയിടത്തും പോയി. പക്ഷേ കാണാതെ വന്നപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. അപ്പോൾ ആയിഷ ബീവി പറഞ്ഞു സിലഅ പർവ്വതത്തിൻ്റെ അവിടെ നിന്ന് പോയി നോക്കാൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെരഞ്ഞുകൊണ്ട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഇപ്പോൾ ഞങ്ങൾ ഈ കയറിക്കൊണ്ടിരിക്കുന്ന ഖന്തക്കിലെ സിലഅ പർവ്വതം ഇവിടെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തിൻ്റെ ഒരു ഗുഹ. ആ ഗുഹയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീണ്ട സുജൂദിലാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുത്തുനബി വഫാത്തായി പോയതെറ്റാണോ എന്ന് ഭയപ്പെട്ടു എന്ന് വരെ പറയുന്നുണ്ട്. അപ്പോൾ അന്വേഷണം നടത്തിയപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് കൊടുത്ത സന്തോഷം, അതായത് ഖന്തക്ക് ഫത്ഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ അതിന് നന്ദിയുടെ സുജൂദായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘനേരം സുജൂദ് ചെയ്ത സ്ഥലം, ആ സ്ഥലം കാണാനാണ് നമ്മുടെ ബുറാക്ക് സംഘം ഇപ്പോൾ സിലഅ പർവ്വതം കയറിക്കൊണ്ടിരിക്കുന്നത്. ഈ പർവ്വതത്തിൻ്റെ മുകൾ കയറിക്കഴിഞ്ഞാൽ നേരെ അപ്പുറത്തേക്ക് നോക്കിയാൽ മദീനത്തെ പള്ളി കാണുന്നുള്ളതാണ്. പിന്നെ ഇവിടെ മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപ്പാടുണ്ട്. പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി കൊടുത്ത ഗുഹയുണ്ട്. ഇത് കാണിച്ചു കൊടുക്കാനാണ് നമ്മുടെ സംഘവുമായിട്ട് ഇവിടെ വരുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, നമ്മുടെ ബുറാക്ക് സംഘപ്പുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിലഅ പർവ്വതത്തിന് മുകളിലുള്ള ഗുഹയിൽ വന്നുകൊണ്ട് ദീർഘനേരം സുജൂദ് ചെയ്ത ഒരു ഗുഹ ഉണ്ട്. ആ ഗുഹയിലാണ് ഇവരൊക്കെ ഉള്ളത്. റഹ്മത്തുള്ളാഹി. ബഹുമാനികൾ, ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഗുഹ. ഈ ഗുഹയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘനേരം സുജൂദ് ചെയ്തത്. ജാബിർ റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുജൂദ് കണ്ടപ്പോൾ മുത്തുനബി വഫാത്തായി പോയതെറ്റാണോ എന്ന് വരെ വിചാരിച്ചു. പിന്നെ അന്വേഷണം നടത്തിയപ്പോഴാണ് ഖന്തക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ സന്ദേശം വന്നപ്പോൾ വലിയ സന്തോഷം കൊണ്ട് ശുക്രിൻ്റെ സുജൂദ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓളു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കുഴിയിലേക്കാണ് വന്നത്. ഇവിടെ വന്നിട്ട് ഇതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓളു കൊടുത്തത്. ഓളു കൊടുത്തിട്ട് താഴത്ത് കാണുന്ന ഗുഹഭാഗത്ത് നിന്നിട്ട് ശുക്രിന് സുജൂദ് ചെയ്ത് അത് നിങ്ങൾക്ക് കാണിച്ചു തന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓളു കൊടുത്ത കുഴിയാണ് ഈ കാണുന്നത് കേട്ടോ. സിലഅ പർവ്വതത്തിന് മുകളിൽ, പർവ്വതത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗം. ഇവിടുന്ന് കയറി അങ്ങോട്ട് നോക്കിയാൽ മദീന പള്ളി കാണുന്നുള്ളതാണ്. കയറാൻ പറ്റില്ലാന്നേ ഉള്ളൂ കേട്ടോ. ആ കണ്ടോലും ഇങ്ങോട്ട് പതുക്കെ ഇറങ്ങിട്ടോ, ഇവിടുന്ന് വീണാലേ നല്ല രസം ഉണ്ടാവും. എല്ലാ പർവ്വതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപ്പാട് എന്നാണ് ഇതിനെപ്പറ്റി പറയുന്നത് കേട്ടോ. വെയിൽ കൊണ്ട് എത്രമാത്രം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപ്പാടാണെന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു കഴിഞ്ഞാൽ രണ്ട് കാലിലെ പാടായിട്ട് നമുക്ക് ഇവിടെയായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ ഗുഹ മുകളിൽ കാണിച്ചു തന്നു, ഉണ്ടാക്കിയ സ്ഥലവും കാണിച്ചു തന്നു. ഇത് കാൽപ്പാടാണ്. നമ്മളെ ബുറാക്ക് സംഘം ഇതൊക്കെ ബർക്കത്ത് എടുത്തിട്ടുണ്ട്. അല്ലാഹു തആല ഒക്കെ സ്വീകരിക്കുമാറാവട്ടെ. നമുക്കൊക്കെ ഇവിടെ എത്താൻ തൗഫീഖ് നൽകുമാറാവട്ടെ കേട്ടോ. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ യുദ്ധത്തിന് ഒരുങ്ങാൻ വേണ്ടി ടെന്റ് കെട്ടി. ടെന്റിൽ നിന്ന് അസർ, മഗ്രിബ്, ഇശാ, സുബഹി 4 വഖ്ത് നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിനുള്ള പടത്തൊപ്പ് ഈ പടയും കഴിച്ചു വെച്ചിരുന്നു. ഇത് ഇവിടെ നിന്നാണ് ധരിച്ചത്. തങ്ങൾ നിസ്കരിച്ച സ്ഥലത്ത് പള്ളി വന്നപ്പോൾ പള്ളിക്ക് വെച്ചു മസ്ജിദ് ഉദ്ദിറ, പടത്തൊപ്പ് ഈ പടയും ധരിച്ച പള്ളി. മസ്ജിദ് ഷെയ്ഖൈൻ എന്ന് പേരുണ്ട്. 2 പ്രായമുള്ളവർ താമസിച്ച സ്ഥലമായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലേക്ക് പോകുമ്പോൾ ടെന്റ് കെട്ടിയ സ്ഥലമാണ് മസ്ജിദ് ഷെയ്ഖൈനി, മസ്ജിദ് ഉദ്ദിറ. പഴയ മോഡലാക്കി വെച്ചാണ് ഈ പള്ളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉഹദ് യുദ്ധം നടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപിൽ പൊട്ടിയൊരു സംഭവം ഉണ്ടായിരുന്നു. ചരിത്രമൊക്കെ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും അറിയാം. ആ സമയത്ത് ബഹുമാനപ്പെട്ട ത്വൽഹത്ത് രണ്ടാൾ ഇറങ്ങിയിട്ട് മറ്റൊരു കാര്യം. ആ സമയത്ത് ത്വൽഹത്ത് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവന്നിരുത്തിയ ഗുഹയിലേക്കാണ് നമ്മുടെ ബുറാക്ക് സംഘം ഇപ്പോൾ കയറുന്നത്. നല്ല സുഗന്ധമാണ്, നല്ല റാഹത്തുള്ള വല്ലാത്തൊരു അനുഭൂതിയാണ് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് പോന്നു കഴിഞ്ഞാൽ. ഭയങ്കര സുഗന്ധമാണ്. അവിടേക്കാണ് ബുറാക്ക് സംഘം. നല്ല ലൈൻ, ഒരുപാട് വലിയ ലൈനായിരുന്നു. മറ്റുള്ള ഗ്രൂപ്പുകാരൊക്കെ ഇറങ്ങി. ഇപ്പം നമ്മുടെ ബുറാക്ക് സംഘമാണുള്ളത് കേട്ടോ. അൽഹംദുലില്ലാഹ് ഉണ്ട്. ഇത് കഴിഞ്ഞാൽ ഇവിടെ മസ്ജിദുൽ ഫസ്ഹാറിൻ്റെ ഒരു പള്ളിയുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച സ്ഥലം. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് കാണിച്ചു തരും. ഇവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോയിട്ട് ഇരുത്തിയ മറ്റൊരു സ്ഥലമുണ്ട്, അതും കാണിച്ചു തരും കേട്ടോ. ചുമരോട് പിടിച്ചിറങ്ങി
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ളുഹറും അസറും ഉഹുദ് യുദ്ധവേളയിൽ വന്ന് ജമ്മു കസുറാക്കി നിസ്കരിച്ച ഒരു നിസ്കാര പള്ളിയാണിത്. നിസ്കാരപ്പള്ളി ഒരു പള്ളിയാണിത്. മസ്ജിദുൽ ഫസഹ് എന്നാണ് പള്ളിയുടെ പേര്. മസ്ജിദുൽ ഫസഹ് എന്ന് പേര് പറയാനുള്ള കാരണം മുത്തനബി ഉസ്മാൻ തങ്ങൾ സ്വഹാബത്തിന് ഇരുന്നപ്പോൾ ബദൽ പങ്കെടുത്ത ഏതാനും സ്വഹാബികളോട് വന്നു. അപ്പോൾ അവർക്ക് ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ലാതെ വന്നു. അപ്പോൾ മുജാദല സൂറത്തിൽ നിങ്ങളൊരു ആളുകൾ വന്നാൽ അവർക്ക് വിശാലത ചെയ്ത് കൊടുത്ത് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം എന്ന് പരാമർശിക്കുന്ന ആയത്തിറങ്ങിയത് ഇവിടെ വെച്ചിട്ടാണ്. അതുകൊണ്ട് ഈ പള്ളിക്ക് മസ്ജിദുൽ ഫസഹ് എന്ന് പേരിട്ടു. മാത്രമല്ല റസൂൽ ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിലുണ്ടായിരുന്ന മുറിവുകളൊക്കെ മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പുൽപ്പായി ഉണ്ടല്ലോ, അത് കരിച്ചിട്ട് അതിൻ്റെ വെണ്ണീർ വെച്ച് കെട്ടിക്കൊടുത്തൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. പിന്നെ വേറൊന്ന് കാണിച്ചു തരാൻ പോകുന്നത് റസൂൽ ഉസ്മാൻ തങ്ങളെ ത്വൽഹത്ത് റളിയല്ലാഹു കൊണ്ടുപോയി ഇരുത്തിയ ഗുഹയാണ് നേരത്തെ കാണിച്ചത്. പിന്നെ അവിടുന്ന് ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാം കൊണ്ടുപോയി ഇരുത്തിയ മലയുടെ ഒരു ഭാഗം, അതായത് ഇപ്പോൾ ഞാൻ ഈ സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഇതിൽ ഒരു വിടവ് കാണുന്നുണ്ട്. അവിടെ റസൂൽ ഉസ്മാൻ തങ്ങളെ കൊണ്ടുപോയി ഇരുത്തി അവിടെ നിന്നാണ് പിന്നെ മുത്തനബി ഉസ്മാൻ തങ്ങൾ യുദ്ധമൊക്കെ നിയന്ത്രിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ അവിടെ വാർത്തിട്ടിരിക്കണം, ആൾക്കാരെ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ട് അവിടെ വാർത്തിട്ടിരിക്കുകയാണ്. ഇതും നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ. അള്ളാഹു താല അവിടെയൊക്കെ നിങ്ങൾക്കൊക്കെ എത്താനുള്ള തൗഫീഖ് അള്ളാഹു താല പ്രദാനം ചെയ്യുമാറാട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിഇറു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കിണർ, പഴയ പേരാണ് ബിഇറു റൂമത്തുൽ ഗിഫാരിൽ മുസ്നി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഒഫ് ചെയ്ത കിണറാണ്. എത്ര ദിർഹം? 20,000 ദിർഹം കൊടുത്തിട്ടാണ് കിണർ വിലക്കെടുത്ത് മദീനയിലേക്ക് ഒഫ് ചെയ്തത്. ജൂതൻ്റെ അടുക്കലില്ല, ജൂതൻ്റെ അതിന് പകുതിയാണ് ആദ്യം വിലക്കെടുത്തത്, 12,000 ദിർഹം. അങ്ങനെ പിന്നെ ഒരു ഭാഗം 8,000 കൂട്ടിക്കൊടുത്ത്, അങ്ങനെ മൊത്തം 20,000 ദിർഹം. ആ കിണറിൻ്റെ പണി കഴിഞ്ഞാൽ ഈ രൂപത്തിലാവും. വഖഫ് ബിഇർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എഴുതിയിട്ടുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കിണറാണ്. അപ്പോൾ സന്ദർശനം കൂടും, ടൂറിസ്റ്റ് ആവും അല്ലേ? അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, നമ്മുടെ ബുറാക്ക് സംഘപ്പോൾ പരിശുദ്ധ ഖുർആൻ പ്രസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇവിടുന്ന് ഫ്രീ ആയിട്ട് ഇവർക്ക് ഖുർആൻ കിട്ടും. അൽഹംദുലില്ലാഹ്, നല്ല സുഖസുന്ദരമായ കാഴ്ച. മദീനയിൽ എക്സ്ട്രാ സിയാറത്ത് നടത്തുമ്പോൾ ഖുർആൻ പ്രസ്സിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അസ്സലാമു വറഹ്മത്തുള്ളാഹി. നമ്മുടെ ബുറാക്ക് സംഘം ഖുർആൻ പ്രസ്സിലേക്ക് നോക്കി ഖുർആൻ പ്രസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അൽഹംദുലില്ലാഹ്, വളരെ ഹാപ്പി ആയിട്ട്. ഞാൻ അങ്ങനെ കണ്ടുപോയിക്കോളി. ഇതാണ് ഖുർആൻ പ്രസ് കേട്ടോ. ഏറ്റവും വലിയ ഖുർആൻ പ്രസ്സാണ് ഈ കാണുന്നത്. അൽഹംദുലില്ലാഹ്. ഖുർആനിൻ്റെ ഓരോ ഷീറ്റുകളാണ് ഈ അട്ടിക്കെട്ടണമൊക്കെ. അതുപോലൊക്കെ നിങ്ങൾക്കും ഇവിടെയൊക്കെ ഒന്ന് കാണാനൊക്കെ അല്ലാഹു തആല ഒരുപാട് തവണ തൗഫീഖ് നൽകുമാറാവട്ടെ. അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്, നമ്മളെ കുട്ടികൾക്ക് മുസാഫ് കിട്ടി. അൽഹംദുലില്ലാഹ്, റാഹത്തായിട്ടോ. അൽഹംദുലില്ലാഹ്. നടക്കണോ?